അപ്പയെ പറഞ്ഞില്ല മോളെ എങ്ങളെ പഠിക്കാൻ സമ്മതിക്കൂലെന്ന്. ജാതിക്കാരെ കൂടി ഇരുന്ന് പഠിക്കാൻ ഞങ്ങളെ പിള്ളേര് മലിഞ്ഞു കിടക്കാണ്. അത് ഒരേ തരത്തിൽ ഒരേ നിരത്തിൽ ആ പൂതി നടപ്പില്ല. മേൽജാതിക്കാരുടെ ഇടയിലിരുന്ന് ഒരു പുലയ പെണ്ണ് പഠിക്കണ്ട, കട്ടായം. ഇവറ്റകളുടെ പഠിത്തം ഇന്നത്തോടെ നടത്തണം. ഈ പെൺകുട്ടിയെയും കൂട്ടി കുടിയിലേക്ക് പോയിക്കോ, ഇല്ലെങ്കിൽ പ്രശ്നമാകും. അറിവും വെട്ടമൊക്കെ എങ്ങക്കും വേണ്ടേ ആസാനെ? അതിന് തടാ. തരൂല. വേണ്ട അമ്പ്ര. വിളിച്ചോണ്ട് പോവണ്ട നിന്റെ തന്തേ, അല്ലെങ്കിൽ വളഞ്ഞിട്ട് അടിച്ച് കൊല്ലും. അയ്യോ എന്റെ അപ്പൊന്നും ചെയ്യില്ലേ, പാവാ. നീ ഇനി പള്ളിക്കൂടത്ത് വരില്ലെന്ന് ഉറപ്പ് തന്നാ മതി. തന്തയും മോളെയും വിട്ടേക്കാം. അങ്ങനെ പറയില്ല മോളെ, അങ്ങനെ പറയില്ല. പറയടി ചെറുമി, പറഞ്ഞ മതിയെന്ന്. തല്ലിയാലും കൊന്നാലും ശരി ഏം പോവില്ല, ഏന് പഠിക്കണം. ധിക്കാരി. അവക്ക് പഠിക്കണം പോലും. ഒറ്റെണ്ണത്തിന് ഈ പരിസരത്ത് കണ്ടുപോരുത്. ഏന് പഠിക്കണം, ജീവനുണ്ടെങ്കിൽ ഏൻ പഠിക്കും. ഇപ്പൊ കിട്ടിയത് 1-ാം പാഠം. കൂടുതൽ കിട്ടുന്ന മുമ്പ് എണീറ്റ് പോവണ്ടേ? ചത്താലും വേണ്ടില്ല, എണീറ്റ് എനിക്ക് പോയിക്കോ. പഠിക്കണം. ഒരെണ്ണത്തിനെ ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത്. പഠിക്കണം പോലും. പൊക്കോണം അവിടുന്ന്. ആരുമില്ല ഇതൊക്കെ കാണാൻ, ആരുമില്ല എങ്ങളെ രക്ഷിക്കാൻ. പറഞ്ഞേക്കാം, മേലാൽ ഇതിനകത്ത് കയറി പോകരുത്. ബൃഹദാകാശത്തൊടു തൊട്ടു നിൽക്കുമൂർജസാരം കടലാഴവും കൈതൊഴുമാത്മബോധം പരമപ്രകാശമഖിലം ഗുരുസന്നിധാനം പകരുന്നിനി ശിഷ്യജന്മമേ സനാഥം. ഹിന്ദുമത സാഹിത്യം ദുഷിച്ചതാണെന്ന് ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട്. വേദവും ഗീതയും എല്ലാം ജന്തുബലിയും ബഹുദൈവാരാധനയും ജാതിയും ഉപദേശിക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട്. മതസാഹിത്യം എങ്ങനെയിരുന്നാലും മനുഷ്യർ ദുഷിച്ചാൽ ഫലമില്ല. സ്വാമി, അടിയങ്ങളെ മനസ്സിലായ സ്വാമി? പണ്ട് സ്വാമിയാണ് എവിടെ ജീവൻ രക്ഷിച്ചത്. ഓർക്കുന്നു, വിഷം തീണ്ടി വന്നത്. ആങ്ങമ്പ്ര, അന്ന് ശാമിയെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ മോള്. സിദ്ധൌഷധമല്ലേ അന്ന് സ്വാമി നൽകിയത്? ആ ശാമിയെ നമസ്കരിക്കും മോളെ. ചെല്ലുമോളെ. സ്വാമി, എന്തു പറ്റി? അക്ഷരം പഠിക്കാൻ പോയതിന് കിട്ടിയ ശിക്ഷയാ. അവരേനെ മോളെ തല്ലി. ആരും തടഞ്ഞില്ല. തല്ലണത് കാണാനല്ലേ എല്ലാവർക്കും രസം. ഇനി അക്ഷരവും വേണ്ട, പള്ളിക്കൂടവും വേണ്ടെന്ന് ഞങ്ങൾ ആവുന്നത്ര പറഞ്ഞു നോക്കി. എത്ര പറഞ്ഞിട്ട് മോള് കേക്കണില്ല സ്വാമി. ഇവർ പറയുന്നത് നേരാണോ? നേരാണ്. എന്താ പഞ്ചമിയുടെ ഇഷ്ടം? ഏന് പഠിക്കണം സ്വാമി. അതിനെന്താ തടസ്സം? അപ്പനും അമ്മയും സമ്മതിക്കണില്ല. ശാമി എന്നെ വഴിയുണ്ടാക്കണം. സ്വാമി പറയണോലെ കേക്കാന്നാ പഞ്ചമിയും പറയണേ. അങ്ങനെ പറഞ്ഞോ കുട്ടി? പറഞ്ഞു. അപ്പോ പഠിക്കണ്ട. പഠിക്കണം. അക്ഷരം പഠിക്കണ്ടെന്ന് നാം കൽപ്പിച്ചാലോ? അങ്ങനെ പറയൂലെന്ന് ഏനറിയാം. അതെങ്ങനെ അറിയാം? ഒരിക്കൽ സ്വാമി എന്റെ ജീവൻ രക്ഷിച്ചു. ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കുമെന്നറിയാം. വിശറി കൊണ്ട് തടുത്താൽ കാറ്റ് നിൽക്കുമോ? ഇല്ല. കരിക്കട്ടയിൽ തൊട്ടാൽ സൂര്യൻ കറക്കുമോ? ഇല്ല സ്വാമി. നിങ്ങൾ വെറുതെ വിശറിയും കരിക്കട്ടയും ആവണ്ട. ശാമി പറയണത്. പഞ്ചമിക്കൊപ്പം സരസ്വതി ഉണ്ട്. ഇവൾ വഴികാട്ടട്ടെ മാറ്റങ്ങൾക്കായി. ഉറപ്പായിരുന്നു സ്വാമി വീണ്ടും രക്ഷിക്കുമെന്ന്. ആയുധധാരിയെ മറ്റുള്ളവർ ഭയക്കും.
അതുപോലെ അറിവുള്ളവരെ ആക്രമിക്കാനും മടിക്കും. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനാ സ്വാമി എപ്പോഴും പറയുന്നത്. ഇപ്പോ കണ്ണ് തെളിഞ്ഞ പോലെ. പഞ്ചമി ഒരു പാഠമാണ്. കാലം ഇവളെ പഠിക്കും, ലോകം ഇവളെ പകർത്തും. എല്ലാം സ്വാമിയുടെ അനുഗ്രഹം. ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ അനുഗ്രഹമുണ്ടാകും. മഹാഗുരു മഹാ സൂക്ഷിച്ചു നടക്ക വൈദ്യരെ. വയസ്സൊക്കെ ആയി വരികയല്ലേ വൈദ്യരെ. കൊച്ചപ്പിയല്ലത് എന്താ പോലും ഒറ്റയ്ക്കിരിക്കുന്നത്. ആ എന്താന്ന് നോക്കാം. ആ കൊച്ചപ്പിയേ, എന്താ ഒരു വിഷമം പോലെ? നെയ്യാറിനൊപ്പം ഇരിക്കുകയാണ്. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. ഗുരുസ്വാമി ആണെങ്കിൽ നിരന്തര ധ്യാനത്തിലാണ്. വീട്ടിൽ മറ്റാരുമില്ലേ? അമ്മയും പോയതോടെ വീട്ടിൽ ഒറ്റയ്ക്കായി. വീട്ടിൽ മാത്രമല്ല, ഭൂമിയിലും തനിച്ചായി. കഷ്ടമായി. ഓരോരോ വിധി. നെയ്യാറിന്റെ കരയിലൂടെ വെറുതെ നടക്കും. അപ്പോഴൊരാശ്വാസം. അമ്മയുടെ സാമീപ്യം പോലെ. ഇപ്പോൾ സ്വാമിയും എത്തി. ആദ്യം കണ്ടത് ഞാനായിരുന്നു. ആരൊക്കെയോ ഉള്ളതുപോലെ. അമ്മയുടെ ഓർമ്മകളുണ്ട് കൂട്ടിന്. അമ്മ വിഷ്ണുഭക്തിയായിരുന്നു. സദാ നാമം ജപിക്കും. ആ മുഴക്കം ഇപ്പോഴും ഉണ്ട് എൻ്റെ കാതിലും മനസ്സിലും. അമ്മയെപ്പറ്റി ചിന്തിച്ചിരിക്കുമ്പോൾ നെയ്യാറിലും ആ നാമജപം കേൾക്കാം. ഇതുവഴി ഒറ്റയ്ക്ക് പോക്കും വരവും. നട്ടുച്ചയ്ക്ക് പോലും എനിക്ക് പോകാൻ പേടിയാ. അമ്മയോടൊപ്പം മാരായമുട്ടത്തുനിന്ന് എത്രയോ കാലം നടന്നുപോയി. അമ്മയുടെ നിഴലും ഒച്ചയും ഈ വഴിയിൽ എങ്ങും ഉള്ളതുപോലെ. എന്നും ഇതുവഴി പോകണമെന്ന് ആശിക്കും. ഈ പരിസരത്തെത്തുമ്പോൾ മറ്റെല്ലാം മറക്കും. അല്ല കൊച്ചാപ്പി, ഈ പകൽ സമയം എങ്ങനെയാ കഴിച്ചു കൂട്ടുന്നത്? ഇപ്പോ ധ്യാനം, ജപം, പ്രാർത്ഥന. അതിന് തന്നെ സമയം തികയില്ല. അമ്മയുടെ വഴിയാണല്ലോ കൊച്ചപ്പിയുടെ യാത്രയും. താരാട്ടിനേക്കാൾ അമ്മ കൂടുതൽ പാടിയത് ഈശ്വരനാമങ്ങളായിരുന്നു. അമ്മ ഒരുപാട് സ്നേഹിച്ചു, എന്നെയും പിന്നെ ദൈവത്തെയും. പക്ഷേ കൊച്ചപ്പിയെ ദൈവം തുണയ്ക്കും. ഞങ്ങൾ കീഴാറൂർ വരെ പോവുക. കൊത്താൽ മടങ്ങി വരുമ്പോ കാണാം. ശരി കൊച്ചാപ്പി, വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. വാ. അതെ അതെ. The king is ready to come. Are you ready? Yes, we're ready. Colonel His Highness Shri Padmanabhadasa Vanchipala Shrimulam Tirunal Ramavarma Kulasekhara Kirtipati Mannei Sultan Maharaja Raja Ramaraja Bahadur Shamshir Jek Tiruvidankur Maharajavu Ida Edunallunnu.
നമസ്തേ. ഹലോ, ഐ ആം രാമവർമ്മ, മഹാരാജ ഓഫ് ട്രാവൻകൂർ. വെരി നൈസ് ടു മീറ്റ് യു. Thank you. I'm Sargad. This is Laura. Can we take your photo? Of course, I am ready. Everything is okay. Ready? Is that okay? Yes, it's great. I have heard a lot of revolution happening around. How can we meet that saint? We'd love to take his photograph. Which saint? Sri Narayan Guru. Oh, പൊന്നുതമ്പുരാൻ തിരുമുമ്പാകെ ഒരു വിഷയം ഉണർത്തിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. Yes. അതാ സായിപ്പ് പറയണത്. നാടൊട്ടുക്ക് നടക്കുന്ന വിശേഷങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണല്ലോ. അരുവിപ്പുറത്ത് നെയ്യാറിൽ നിന്നൊരു ശിലയെടുത്ത് ഒരു യോഗി ശിവപ്രതിഷ്ഠ നടത്തിയത് പ്രജകൾക്കിടയിൽ ചർച്ചയാണ്. ഇക്കാര്യം നമ്മുടെ രഹസ്യദൂതന്മാർ യഥാസമയം അറിയിച്ചിരുന്നു. പ്രതിഷ്ഠയ്ക്ക് അവകാശമില്ലാത്ത അവർണനാണത് ചെയ്തത്. ചോദ്യം ചെയ്യാൻ പോയ ബ്രാഹ്മണന്മാർ മുട്ടുമടക്കിയെന്ന നാട്ടിൽ പാട്ട്. ശ്രീനാരായണ യോഗി വലിയ ജ്ഞാനിയും ദിവ്യനുമാണെന്ന നമുക്ക് കിട്ടിയ സന്ദേശം. പോരാത്തതിന് വലിയ സൗമ്യനും സിദ്ധനുമെന്ന വൃത്താന്തം. അവർണരിൽ ഭൂരിപക്ഷവും സിദ്ധനൊപ്പമാണ്. പ്രജാക്ഷേമവും ശാന്തിയുമാണല്ലോ നമുക്ക് മുഖ്യം. അതിനൊരു വിഘ്നവുമില്ല. ആചാരങ്ങൾ പലയിടത്തും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. അക്ഷരം പഠിക്കണമെന്ന ആവശ്യവുമുണ്ട്. His Highness. ഓക്കെ, താങ്ക് യു. സീ യു അഗൈൻ. Thank you. തിരുമനസ് മുമ്പാകെ ചില ഹർജികളും എത്തിയതായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അരുവിപ്പുറത്തെ ആ സ്വാമിയെ പറ്റി കൊട്ടാരത്തിലും വലിയ മതിപ്പാണ്. ആ ദിവ്യനെ ദർശിച്ചാൽ ദൈവദർശനമൊന്ന് ഗണിക്കുന്നവരും കുറവല്ല. അത് ശരിയാ. പ്രജകൾക്കിടയിൽ അങ്ങനെയൊരു വിശ്വാസം ബലമാണെന്നാണ് അറിവ്. മഹാവിദ്വാൻ, മഹാരോഗങ്ങൾ പോലും മാറ്റുന്ന വൈദ്യൻ, പണ്ഡിതകവി എന്നീ ബഹുമതികളും പ്രജകൾ ചാർത്തി കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ചെറുകാറ്റായിരിക്കാം, പക്ഷേ കൊടുങ്കാറ്റാകുമോ എന്ന് നിരീക്ഷിക്കണം. പൊന്നുതമ്പുരാൻ അതിന് കൽപ്പിക്കണം. സാമുദായിക രീതിയെയും ഐക്യത്തെയും അത് ലംഘിക്കാതിരിക്കാൻ വേണ്ടതെല്ലാം നാം ചെയ്യുന്നതാണ്. എങ്കിലും സാധാരണക്കാർക്കും വേണമല്ലോ ആരാധിക്കാൻ ഒരു ഈശ്വരൻ. കൊച്ചപ്പി, ഇവിടെ വരൂ. വലിയ വീടാണ് ഈ കാണുന്ന ഭൂമി. കോടാനുകോടി ബന്ധുക്കളുമുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ മതി. ഒറ്റയ്ക്കാണെന്നുള്ള പേടി മാറും. നാം കൂടെയുണ്ട് ഇനി കൊച്ചപ്പിയോടൊപ്പം. ഇപ്പൊ ഭയമുണ്ടോ? ഇല്ല, തീരെയില്ല. അരുവിപ്പുറം പ്രതിഷ്ഠ പുതിയൊരു ചരിത്രമാണ്. എല്ലാത്തിനും നമ്മോടൊപ്പം കൊച്ചപ്പി ഉണ്ടായിരുന്നു. ആ ശിവരാത്രി പുണ്യ നിമിഷം കൊച്ചപ്പിയിലൂടെ അനശ്വരമാവട്ടെ. ഇനി മുതൽ കൊച്ചപ്പി പിള്ള ശിവലിംഗദാസനാണ്. പത്തൊമ്പതാം വയസ്സിൽ സ്വാമിയുടെ അനുയായിയായി. ഇപ്പോൾ ശിവലിംഗദാസൻ എന്ന പേരും നൽകി. സ്വാമി അരുളുന്നു, ഞങ്ങൾ ശിരസാ വഹിക്കുന്നു. തുരൈവികൾ ധരിക്കുന്ന തൂവെള്ള വസ്ത്രം ധരിക്കട്ടെ. നമ്മുടെ പ്രഥമ ശിഷ്യൻ ശിവപെരുമാളെ പൂജിക്കട്ടെ. എല്ലാം സ്വാമി കൽപ്പിക്കും പോലെ. കവിത കൈവിടരുത്. ശിവലിംഗദാസൻ
കവിതാദാസനുമായി തുടരണം. വാണീദേവി പ്രസാദിക്കും. സ്വാമിയുടെ മഹാകർമ്മങ്ങളെല്ലാം എന്നും ലളിതമാണ്. ഇപ്പെന്താ കൊച്ചപ്പിള്ളയെ സന്യാസിയുമാക്കി, അതും പ്രത്യേക ചടങ്ങുകളൊന്നുമില്ലാതെ. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമിൻ ഭവനാടകമാടുമരും പൊരുളേ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. പുലിയെയും ജീവിതത്തെയും പേടിക്കുന്ന കൊച്ചപ്പിപ്പിള്ള ഇനിയില്ല. ഒറ്റയ്ക്കല്ല, അഖിലാണ്ടമൊപ്പമുണ്ട് ശിവലിംഗദാസന്റെ കൂടെ.